നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും എന്താണ്? കർത്താവേ, എനിക്ക് അരിയില്ല, ചായപ്പൊടിയില്ല, പഞ്ചസാരയില്ല, പൈസയില്ല കർത്താവേ, വസ്ത്രമില്ല കർത്താവേ. ഈ ലോകത്തിലെ ഭൗതികമായ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എണ്ണി കർത്താവിനോട്, കർത്താവ് എനിക്ക് അതില്ല ഇതില്ല. കർത്താവ് ഇത് കേട്ട് കർത്താവിന് തന്നെ മതിയായി. നമ്മുടെ ഭൗതിക കാര്യം, നമ്മൾ കർത്താവിനെ സമീപിക്കുന്നത് എന്താണ്? ഞാൻ പലപ്പോഴും നമ്മളിതൊന്നും പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ അർത്ഥമാക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കണം, വചനം പറയുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, കർത്താവ് എനിക്ക് അതില്ല, എനിക്കിതില്ല, എൻ്റെ മക്കൾക്കില്ല, അങ്ങനെയില്ല, ഒന്നുമില്ല, എല്ലാം വേണം വേണം വേണം. പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവ് ഇതൊന്നുമല്ല നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് വ്യത്യസ്തമാണ്. എനിക്ക് കർത്താവിനെയാണ് വേണ്ടത്, എനിക്ക് യേശുവിനെയാണ് വേണ്ടത്. യേശുവിൻ്റെ സ്നേഹം എനിക്ക് വേണം, യേശുവിൻ്റെ സ്വഭാവം എനിക്ക് വേണം, യേശുവേ അങ്ങയുടെ നിത്യജീവൻ എനിക്ക് വേണം, എനിക്കതാണ് വേണ്ടത്. അത് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ ദൈവം നടത്തി തരും. അതല്ലേ യേശു പറഞ്ഞത്? മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, എന്നാൽ അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ നമ്മൾ ഇതൊക്കെ ഉള്ളതിന്റെ പിന്നാലെ പോവുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ ആത്മീകമായ വർധനവിലെത്തുമ്പോഴാണ് ഈ മർമ്മങ്ങൾ നമ്മൾ മനസ്സിലാവുകയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മൾ ദൈവത്തിനും ക്രിസ്തുവിനും തിരുവെഴുത്തുകൾക്കും ആത്മീക കാര്യങ്ങൾക്കും ദൈവരാജ്യത്തിനും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ട്, അത് പ്രാർത്ഥനയായിക്കോട്ടെ, ശുശ്രൂഷയായിക്കോട്ടെ, പ്രവർത്തനമായിക്കൊള്ളട്ടെ, നമ്മൾ പോയാൽ, ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ ഒറ്റ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം പോലുമില്ല. അതോടുകൂടെ ഇതൊക്കെയും നമുക്ക് ലഭിച്ചിരിക്കും. അപ്പൊ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി സംഭവിക്കണമെങ്കിൽ നമ്മളെല്ലാവരും എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ചേ പറ്റൂ, ശരിക്കും പ്രാർത്ഥിച്ചേ പറ്റൂ. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഒരു മണിക്കൂറെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർത്ത് ഓരോ വിശ്വാസിയും പ്രാർത്ഥിച്ചിരിക്കണം. പ്രാർത്ഥിക്കാറുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഒരു മണിക്കൂറെങ്കിലും എല്ലാ കാര്യങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മുടെ ഓരോ ദിവസവും നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എന്തോരം സമയം നമ്മൾ കളയണത്? ഒരു മണിക്കൂർ, അതിൽ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 1/2 മണിക്കൂർ പ്രാർത്ഥിച്ചാൽ സുവിശേഷത്തിന്റെ അഭിവൃദ്ധി വെളിപ്പെടും.